അബ്ബാസ് എന്ന് പറയുന്ന ആ കുഞ്ഞനുജനെ അതിമൃഗീയമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ 6ഓളം വരുന്ന കുറ്റവാളികളെ ഈ ജുവനൈൽ ഹോമിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുക, അവന്മാർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുക, അതിനുശേഷം അവന്മാർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോവുക. അവന്മാർക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവന്മാർക്ക് പഠിക്കണം, അവന്മാർ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള അവകാശങ്ങൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കൊലയാളികളുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ കൊലയാളികളും മുന്നിലേക്ക് വാദങ്ങൾ നിർത്തുമ്പോഴും ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ്റെ അച്ഛനും അമ്മയും നീരിൽ മാത്രമായിരുന്നു ജീവിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നീട് വന്ന ഒരു കാര്യമാണ്, പരീക്ഷ എഴുതുന്നതിനെല്ലാം വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അതൊന്നും മിണ്ടായിരുന്ന DYFIയെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുവേണ്ടി സംസാരിക്കുന്ന MSFനെയും അതേപോലെ തന്നെ KSUവിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനെപ്പറ്റി യാതൊരുവിധ വാർത്തകളും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള, പരീക്ഷ എഴുതിച്ചത് വലിയൊരു വിവാദമായിരുന്നു. അതിനുശേഷം പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള പരീക്ഷാ റിസൾട്ട് വരുന്നതിനെ പറ്റിയായി പിന്നീടുള്ള ചർച്ചകൾ. അതായത് ഈ കുറ്റവാളികളുടെ പരീക്ഷാഫലം കൊടുക്കണമെന്നും അല്ലെങ്കിൽ ആ പരീക്ഷാഫലം പുറത്തുവിടണമെന്ന്